ഈ ഒരു ഹൊറർ മൂവിയിലെ ആക്ടേഴ്സിനെ റിയലി പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഡയറക്ടർ ഒരു സീൻ 100 ടേക്സ് വരെ പോയിട്ടുണ്ട്. ഈ ഒരു ഡയറക്ടറിന് ഈ ഹൊറർ മൂവിയുടെ പെർഫെക്ഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതുകൊണ്ട് എല്ലാ ആക്ടേഴ്സിനെയും പിഴിഞ്ഞ് ചാറെടുത്തെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ മൂവിയിൽ ഒരുപാട് സീൻസ് ഒരുപാട് ടേക്സ് പോയിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ടു മേക്ക് ദ ആക്ടേഴ്സ് എക്സോസ്റ്റഡ്, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആക്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡയറക്ടർ ഇങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത്. ഈ ഒരു മൂവിയിലെ മെയിൻ ആക്ടേഴ്സായ ജാക്ക് നിക്കോൾസിനെ ഷെല്ലി ഡ്യുവലിനെ അവർ എക്സ്ട്രീം എഡ്ജിലേക്ക് പുഷ് ചെയ്തു. അത് മാത്രമല്ല ഈ സെറ്റിൽ ഷെല്ലി ഡ്യുവലിന്റെ അടുത്ത് ആരും സംസാരിച്ചിട്ട് പോലും ഇല്ല. ഷെല്ലി ഡ്യുവലിനെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. അവസാനം ഈ മൂവിയിൽ ഷെല്ലി ഡ്യുവൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ക്രാഷ് ഔട്ട് ചെയ്യുന്ന ഒരു സീനുണ്ട് പാനിക്കിൽ, ഭയങ്കര ദേഷ്യപ്പെട്ട്. ആ സീൻ എക്സാക്ട്ലി റിയലിസ്റ്റിക് ആവാൻ കാരണം ഷെല്ലി ഡ്യുവൽ ശരിക്കും ക്രാഷ് ഔട്ട് ആവുന്നതാണ് ആ സീനിൽ. ആ സീനാണ് 100 ടേക്സ് പോയത് ടു മേക്ക് ഇറ്റ് മോർ റിയലിസ്റ്റിക്. അതുപോലെ തന്നെയായിരുന്നു ജാക്ക് നിക്കോൾസന്റെ അവസ്ഥയും. പുള്ളിയെ ഒരു എക്സ്ട്രീം എൻഡിലേക്ക് പുഷ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി അഭിനയിച്ച ഒരുപാട് സീൻസ് ഒരുപാട് ടേക്സ് പോയിട്ടുണ്ട്. ഏകദേശം 1 ഇയറോളമാണ് ഈ മൂവിയുടെ ഷൂട്ടിംഗ് നടന്നത്. ആൻഡ് ഇൻ ദി എൻഡ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടിയത് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഹൊറർ മൂവി എവർ മെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ മൂവി ഏതാണെന്ന് ഇതുവരെ മനസ്സിലാവാത്തവർക്ക് ഈ മൂവിയുടെ പേര് ദ ഷൈനിങ് എന്നാണ്. ആൻഡ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ദ ഗോഡ് സ്റ്റാൻലി കുബ്രിക് ആണ്.